കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി. 2019 30,000-ലധികം വോട്ടാണ് LDFന് ഇത്തവണ നഷ്ടമായത്. NDA മുൻവർഷത്തേക്കാൾ 20,000-ഓളം വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 3 തവണയായി വിജയിച്ചു വന്ന MK രാഘവനെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുതിർന്ന നേതാവായ എളമരം കരീമിനെ ഇടതുപക്ഷം കോഴിക്കോട് രംഗത്തിറക്കിയത്. എന്നാൽ രാഘവൻ തന്റെ ഭൂരിപക്ഷം 2019 60,000-ലധികം വർദ്ധിപ്പിച്ചു. ഇത് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 33,974 വോട്ട് കുറവാണ് ഇത്തവണ LDFന് ലഭിച്ചത്. NDAയും മുൻ വർഷത്തേതിനേക്കാൾ 20,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലെ 6 എണ്ണത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും MK രാഘവൻ ലീഡ് ചെയ്തു. കോഴിക്കോട്ട് വലിയ തോതിലുള്ള ധ്രുവീകരണത്തിനുള്ള ശ്രമം ഉണ്ടായിരുന്നു. സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം LDFന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനൊരു കൗണ്ടർ എഫക്റ്റ് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഗുണഫലം സ്വാഭാവികമായിട്ടും കോഴിക്കോട് UDFന് കിട്ടി. അതാണ് ഇത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മത്സരത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ മുന്നേറാൻ ഒരുപക്ഷെ സാധിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് കോഴിക്കോട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്നൊരു മണ്ഡലമാണ്, സ്റ്റഡിയായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ്. ആ വർധനവ് ഈ പ്രാവശ്യം കോഴിക്കോട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇതിനു മുൻപ് നടന്ന 3 തെരഞ്ഞെടുപ്പിലും UDFനൊപ്പമായിരുന്നു വിജയമെങ്കിലും BJPയെ പോലെ തന്നെ LDFും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിചയസമ്പന്നനായ നേതാവിനെ ഇറക്കിയിട്ടും വലിയ തിരിച്ചടിയാണ് ഇത്തവണ LDFന് സംഭവിച്ചത്. ജനം, കോഴിക്കോട്.